ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് നമ്മുടെ ആൻറ്റി ഏജിങ് ഇങ്ങനെ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ജെല്ലുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നു 2 ആഴ്ച മുന്നേ ബോട്ടക്സ് ജെല്ലിട്ടിരുന്നല്ലോ. അപ്പോൾ എനിക്ക് കമൻറ്റ് ബോക്സിലൊരു കുട്ടി പറഞ്ഞിരുന്നു, അവർ ഫ്ലാറ്റിലാണ് അവർ താമസിക്കുന്നത്, അതുകൊണ്ട് തന്നെ പൂക്കളമൊക്കെ കിട്ടാൻ വഴിയില്ല. അതിൽ ഞാൻ പൂക്കൾ ചേർക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂക്കൾ ഒന്നും കിട്ടാൻ വഴിയില്ലാത്തത് കൊണ്ട് ഉണ്ടാക്കാൻ നിവൃത്തിയില്ല എന്നും പറഞ്ഞ് എഴുതിയിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊക്കെ അങ്ങനെ പൂക്കൾ കിട്ടാൻ നിവൃത്തിയില്ലാത്തവർക്ക് വേണ്ടി ഞാൻ വേറൊരു ജെല്ലും കൊണ്ടുവന്നാണ്. ഈ ജെല്ല് നമുക്ക് പൂക്കൾ വേണ്ട, പൂക്കളിന് പകരം നമുക്ക് ക്യാരറ്റ് മതി. ഓക്കെ, അപ്പോൾ ഇത് ക്യാരറ്റും കൂടെ ആകുമ്പോൾ അറിയാലോ, ഈ ചുളിവുകളൊക്കെ പോകുന്നതിന് ബെസ്റ്റാണ് ക്യാരറ്റ്. ഈ ലാപ്പ് ലൈനും അതുപോലെ പിന്നെ ഫോർഹെഡിൽ വരുന്ന ചുളിവുകളൊക്കെ പോകുന്നതിന് ഇതിൽ ധാരാളം വൈറ്റമിൻ എയും ബിയും സിയും ബീറ്റ കരോട്ടിനൊക്കെ ഉണ്ട്. ഇത് ചുളിവുകൾ വരാതിരിക്കുന്നതിനും വന്ന ചുളിവുകളെ നമുക്ക് ഒന്ന് പിന്നെ മിനിമൈസ് ചെയ്യുന്നതിനൊക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ ഫ്ലാക്സീഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്കിൻ ടൈറ്റ് ആകും. സ്കിൻ ടൈറ്റ് ആകുമ്പോൾ പിന്നെ അതിനായി വൈറ്റമിൻ ഇ ഉണ്ട്, ബി ഉണ്ട്, പിന്നെ നല്ല ഒന്നാന്തരം മോയ്സ്ചറൈസറാണ്. സ്കിൻ ഗ്ലോ കിട്ടുന്നതിനും റിങ്കിൾസ് പോകുന്നതിനും ഡെഡ് സ്കിൻ പോകുന്നതിനും ഇതിനെല്ലാത്തിനും ഏറ്റവും നല്ലതാണ് ഫ്ലാക്സീഡ് ജെല്ല് അല്ലേ. പിന്നെ എല്ലാത്തിലുപരി ഇതിൽ രണ്ടിനും UV റേസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് കേട്ടോ. അപ്പം നമുക്ക് പിന്നെ UV റേസ് മൂലം നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ഡാമേജിന് ഒരു പരിധി വരെ തടഞ്ഞു നിർത്തുന്നതിന് ഈ ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസിനും അതുപോലെ തന്നെ ഫ്ലാക്സീഡിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസിനും പിന്നെ ഗുണങ്ങളുണ്ട് കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഒത്തിരി ഉണ്ട് സ്കിൻ ഹെൽത്ത് കിട്ടുന്നതിനും, സ്കിന്നിൻ്റെ പിന്നെ ഈർപ്പം നിലനിർത്തുന്നു, ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അങ്ങനെ ഒത്തിരിയും ഗുണങ്ങളാണ് ഈ 2 ഐറ്റത്തിനുള്ളത്. ഈ കൂട്ടത്തിൽ തേനും കൂടെ ചേർത്താലോ അപ്പോൾ ഗുണം കൂടും അല്ലേ. അതാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്ന ജെല്ല് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് 2 തരത്തിൽ ഈ ജെല്ലുണ്ടാക്കാം കേട്ടോ. ഒന്ന് നമുക്ക് ആദ്യം ഞാൻ പറയുന്ന രീതി ഇത് വേവിച്ചാണ്. അതായത് നമ്മൾ ഈ ഫ്ലാക്സ് സീഡ് 2 സ്പൂൺ എടുക്കുക, അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കുക, അതിലേക്ക് തന്നെ നമുക്ക് 1 ക്യാരറ്റ് കേട്ടോ, അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി, ക്യാരറ്റ് നന്നായിട്ട് കഴുകണം, അതിൻ്റെ സ്കിന്നൊക്കെ നന്നായിട്ട് കഴുകണം. എന്നിട്ട് നല്ല പൊടിയായിട്ട് നമുക്കത് അരിഞ്ഞെടുത്തിട്ട് ഈ വെള്ളത്തിലിട്ട് കേട്ടോ, നമ്മൾ ഫ്ലാക്സ് സീഡും വെള്ളവും കൂടെ 1 കപ്പ് എടുത്തിട്ടുണ്ടല്ലോ, അതിലേക്ക് നമുക്ക് ഈ ക്യാരറ്റ് നമ്മൾ അരിഞ്ഞതും കൂടെ ഇട്ട് നമുക്കൊരു 5 മിനിറ്റ് അത് തിളപ്പിക്കാം. ഓക്കെ, ചെറിയ തീയിൽ വേണം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കുട്ടി പറഞ്ഞിരുന്നു ഫ്ലാക്സ് സീഡ് ജെല്ലാക്കിയിട്ട് സ്ട്രെയിനറിൽ അത് വരാൻ ബുദ്ധിമുട്ടായി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സ്ട്രെയിനറിൽ വരാൻ ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ ചെയ്യേണ്ടത് കുറച്ച് വെള്ളത്തോടെ ഇതങ്ങടെ ഇറക്കി വെക്കണം. പിന്നെ മാത്രമല്ല, നമുക്ക് തോർത്ത് ഉപയോഗിക്കാം, പിഴിയാം. സ്ട്രെയിനർ വേണമെന്നില്ല, തോർത്ത് ഉപയോഗിക്കാം, മസിലിൻ തുണി ഉപയോഗിക്കാം. അപ്പോൾ അത് വെച്ച് നമുക്ക് പിഴിഞ്ഞെടുത്താൽ നമുക്ക് ശരിക്കും ഇങ്ങോട്ട് കിട്ടും കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് 2ഉം കൂടെ സ്റ്റൗവിൽ വെച്ചു നന്നായിട്ട് അത് നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നു. പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ചു. അങ്ങനെ നമ്മൾ ഒരു 5 മിനിറ്റിന് മുന്നേ നമ്മൾ ആ കയ്യിൽ വെച്ച് അതിങ്ങനെ നമ്മൾ കോരി നോക്കണം. ഒരു ജെല്ല് ആവുമ്പോൾ തന്നെ അങ്ങോട്ട് ഇറക്കിയേക്ക്, കട്ട പിടിക്കണ്ട കേട്ടോ. എന്നിട്ട് നമ്മളത് ഇറക്കി വെക്കുക. അത് തണുത്ത് കഴിയുമ്പോൾ തേനൊഴിച്ച് 1 സ്പൂൺ തേനൊഴിച്ച് മിക്സ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചേക്കാം കേട്ടോ. ഇത് ആഴ്ചയിൽ പിന്നെ ഒരു 3 പ്രാവശ്യമൊക്കെ നിങ്ങൾക്ക് ഇത് ഇടാം മുഖത്ത് കേട്ടോ. 3 പ്രാവശ്യമൊക്കെ ഇടാം. പിന്നെ കിടക്കുമ്പോൾ ഒന്നും ഇടണ്ട കേട്ടോ, കുളിക്കുന്നതിന് മുന്നേ ഇട്ടാൽ മതി. എന്നിട്ട് അത് ഉണങ്ങി കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയാം. അപ്പോൾ സ്കിൻ ടൈറ്റ് ആവുകയും ചെയ്യും, ഗ്ലോ കിട്ടുകയും ചെയ്യും, റിങ്കിൾസൊക്കെ പോവുകയും ചെയ്യും. അങ്ങനെ ഗുണങ്ങളുണ്ട്. ഇനി അടുത്തൊരു രീതി, നമ്മൾ ഈ ജെല്ലുണ്ടാക്കുമല്ലോ, ഒരു 2 സ്പൂൺ ഫ്ലാക്സ് സീഡ് എടുക്കുക, അതിലേക്ക് വെള്ളം ഒഴിക്കുക. 1 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് സ്റ്റോവിൽ വെച്ച് നന്നായി ചെറിയ തീയിൽ അത് നമ്മൾ ജെല്ലാക്കി എടുത്ത് ഇറക്കി വെക്കണം കേട്ടോ. പിന്നെ ക്യാരറ്റ് ജ്യൂസ് നമുക്ക് ഒഴിക്കേണ്ടത്, ക്യാരറ്റ് ജ്യൂസാക്കി എടുത്ത് വെച്ചേക്കണം. 1 ക്യാരറ്റ് എടുത്ത് നമുക്കത് ജ്യൂസാക്കി എടുത്ത് വെച്ചിട്ട് ഈ തിളപ്പിച്ച് ഇറക്കുമ്പോൾ തന്നെ ഈ ജ്യൂസ് അതിനകത്തേക്ക് മിക്സ് ചെയ്യാം. ഓക്കെ, തിളപ്പിച്ച് ഇറക്കി
ജ്യൂസും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കത് അരിച്ചെടുക്കാം. അതല്ലെങ്കിൽ അരിച്ചെടുത്ത് ആ ചൂടിൽ നമുക്ക് ക്യാരറ്റ് ജ്യൂസ് ഒഴിക്കാം. എങ്ങനെയാണെങ്കിലും നമുക്കിങ്ങനെ ഒഴിക്കാവുന്നതാണ്. എന്നിട്ട് അതിലേക്ക് തേൻ ഒഴിക്കാം. ഇങ്ങനെ നമുക്ക് ഇതുണ്ടാക്കാം കേട്ടോ. പിന്നെ ഇതിൽ നമുക്ക് ഗ്ലിസറിൻ ആഡ് ചെയ്യാം, റോസ് വാട്ടർ ആഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് നമുക്കത് നല്ലൊരു ഗ്ലാസ് ജാറിലെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയായാലും ഒരു 2 ആഴ്ചയൊക്കെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പിന്നെ ഫ്ലാക്സ് സീഡ് ജെല്ലിനെ കുറിച്ച് വേറൊരു ഡൗട്ട് കിടന്നിരുന്നേ. ഫ്ലാക്സ് സീഡ് ജെല്ല് പിന്നെ ഏതാ ഉപയോഗിക്കേണ്ടതെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഫ്ലാക്സ് സീഡ് ജെല്ല് ഉപയോഗിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല കേട്ടോ. ഏത് കളറാണെങ്കിലും ഈ ജെല്ലാണ് നമുക്ക് ആവശ്യം. ഈ ജെല്ലിലാണ് നമുക്ക് ആവശ്യമുള്ള വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉള്ളത്. അത് ഏത് ടൈപ്പ് ചുമന്നതായാലും ബ്രൗൺ ആയാലും ഏത് ടൈപ്പ് ഫ്ലാക്സ് സീഡ് ആയാലും നമുക്കത് കിട്ടും കേട്ടോ. അപ്പോൾ പിന്നെ ഫ്ലാക്സ് സീഡ് ഇനി ഏത് നിറത്തിലാണ് വേണ്ടേ എന്നുള്ള ഒരു അങ്ങനെ നിങ്ങൾ ചിന്തിക്കണ്ട. ഏത് നിറമാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. നിങ്ങളത് നന്നായിട്ട് കഴുകി ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. അതാണ് ഫ്ലാക്സ് സീഡ് ജെല്ലിനെ കുറിച്ച് ഒരു ഡൗട്ട് കിടക്കണം. പിന്നെ ഈ ക്യാരറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ക്യാരറ്റ് ഇത് നമ്മുടെ ചുളിവുകൾ പോകാൻ മാത്രമല്ല കേട്ടോ, സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവുന്നതിന്. അപ്പോൾ ക്യാരറ്റ് ഓയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ക്യാരറ്റ് ഓയിലൊക്കെ നമ്മൾ ഉണ്ടാക്കി ഉപയോഗിച്ച് കഴിയുമ്പോൾ നല്ല ബ്രൈറ്റ് ആവുന്നതിനും ഈ ക്യാരറ്റ് ജ്യൂസും തേനും മാത്രം നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത അല്ലെ നെറ്റിയിലേക്ക് പിന്നെ ഫോർഹെഡിലൊക്കെ ചുളിവുകൾ പോകുന്നതിനും ലാഫ് ലൈൻ പോകുന്നതിനും ഒക്കെ നല്ലതാണ്. അപ്പം നമ്മൾ ഈ ഫ്ലാക്സ് സീഡിൽ ജെല്ലിലും കൂടെ അത് മിക്സ് ചെയ്ത് ഉപയോഗിച്ചാൽ ഇരട്ടി ഗുണമാണ്. മനസ്സിലായല്ലോ? ഇരട്ടി ഗുണം നമുക്ക് കിട്ടും. കാരണം ഈ ചുളിവുകളും പ്രശ്നവും നമുക്ക് കുറയും, സ്കിൻ ടൈറ്റ് ആവും. ഫ്ലാക്സ് സീഡ് ജെല്ലിൽ ഇത് മിക്സ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ സ്കിൻ നല്ല ടൈറ്റ് ആവുന്നതിനും അതോടൊപ്പം തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതുകൊണ്ടും ഈ ഒരു ചേരുവ നിങ്ങൾ ഫ്ലവറൊന്നും അന്വേഷിച്ച് പോകണ്ട. ഇത് നിങ്ങൾക്ക് നല്ല ഒന്നാന്തരം ജെല്ലായിട്ട് ഉപയോഗിക്കാം മുഖത്തെ ചുളിവുകൾ മാറുന്നതിന്, അതോടൊപ്പം തന്നെ സ്കിൻ ടൈറ്റ് ആവുന്നതിനും. സ്കിൻ ടൈറ്റായാൽ തന്നെ ചുളിവുകൾ പോകുമല്ലോ, അതെല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ സുഷിരങ്ങളൊക്കെ പിന്നെ ശൃങ്കാവും. അപ്പോൾ സ്കിൻ ടൈറ്റ് ആവുന്നുള്ള ഗുണങ്ങളാണ്. പിന്നെ സ്കിന്ന് ഗ്ലോ കിട്ടും. അപ്പോൾ ഇതെല്ലാമാണ് സ്കിൻ ടൈറ്റ് ആവുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് രണ്ടും കൂടെ മിക്സ് ആവുമ്പോഴത്തേനും ഈ ചുളിവുകൾ മാറിക്കിട്ടും, സ്കിൻ ടൈറ്റ് ആവുകയും ചെയ്യും, സ്കിൻ ബ്രൈറ്റ് ആവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ UV റേസിനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, UV റേസിൽ നിന്ന് പ്രതിരോധിക്കാനുള്ള കഴിവ് ഇത് ധാരാളം ഇതിൽ രണ്ടിലും ഇതിലുള്ള വൈറ്റമിൻസും മിനറൽസിനും ഒക്കെ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു പിന്നെ നാച്ചുറൽ ജെല്ല് ഏറ്റവും എളുപ്പം നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്ന ഈ ജെല്ല് ഉണ്ടാക്കി വെക്കണം. തീർച്ചയായിട്ടും യൂസ് ചെയ്ത് നോക്കണം. റിസൾട്ട് തന്നെ അറിയിക്കും വേണം. ഓക്കെ, അപ്പോൾ എന്നെ വായിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒത്തിരി പേരുണ്ടല്ലോ, തീർച്ചയായിട്ടും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്യണം. ഓക്കെ, എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.